ചെയ്ത് നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ഊത്തപ്പം കറിയൊന്നും കൂട്ടാണ്ട് തന്നെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദോശമാവാണ് വേണ്ടത്. പിന്നെ ക്യാരറ്റ് വേണം, തക്കാളി വേണം, സവോള വേണം, മല്ലിയില വേണം, പച്ചമുളക് വേണം. ഇതെല്ലാനും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ സാമ്പാർ പൊടിയും വേണം, കായത്തിൻ്റെ പൊടിയും വേണം. കായത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നെയ്യ് വേണം. ഊത്തപ്പം ഒന്നല്ലെങ്കിൽ നെയ്യിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചുട്ടിട്ട് ഇടുക. നെയ്യിൽ ചുട്ടെടുക്കുമ്പോഴായിരിക്കും ഊത്തപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഊത്തപ്പം ആക്കാന്ന്. ഇനി ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശമാവ് വേണം. ഈ ദോശമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ മിയ കിച്ചൻ ദോശ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. പിന്നെ ദോശയ്ക്ക് നിങ്ങൾ മാവ് അരയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലിക്ക് മാവ് അരച്ചെടുക്കുമ്പോൾ ഒരുവിധം നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കണം, പിന്നെ ഇഡ്ഡലി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, സോഫ്റ്റായിട്ടിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അരച്ചിട്ടെടുക്കണം. പിന്നെ ഊത്തപ്പത്തിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവോള വേണം. സവോളയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എടുക്കുമ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ഇടുക. പച്ചമുളകും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. മല്ലിയിലയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അത് സാമ്പാർ പൊടി ഊത്തപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചൊന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഊത്തപ്പത്തിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടിയും ഊത്തപ്പത്തിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കുക. അത് കായത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശപ്പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ദോശപ്പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഈ ഓയിൽ ഇതേപോലെ ഒന്ന് തുടയ്ക്കുക. അത് ഓയിൽ പാൻ്റെ എല്ലായിടത്താവും. ഇതിലേക്ക് ദോശമാവ് ഒഴിക്കുക. ഞാനിവിടെ ചെറുതായിട്ടുള്ള ഊത്തപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതുണ്ടാക്കാം. ഇതിൻ്റെ മുകളിലേക്ക് സവോള കട്ട് ചെയ്ത് ചേർക്കുക. സവോളയ്ക്ക് കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് മാവ് ഒഴിച്ച വഴിക്ക് തന്നെ നിങ്ങളെല്ലാം ചേർക്കുക, അപ്പോഴായിരിക്കും ഇത് ഈ മാവിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കുക. ഇതിലേക്ക് തക്കാളി ചേർക്കുക. പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുക. പച്ചമുളക് എടുക്കുമ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ചേർക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് മല്ലിയില ചേർക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. ഇതിങ്ങനെ എല്ലാവരും ഇടുന്ന സമയത്ത് തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിള്ളേർക്ക് ഇത് തിരിച്ചിടുന്ന സമയത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരാം. പിന്നെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക, സൈഡിലും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കുക. ഇപ്പോൾ ഇതൊരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് വഴിക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴും തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയും ക്യാരറ്റും ഒന്നും ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. പിന്നെ ഈ ദോശയുടെ ഉള്ളും ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇടയ്ക്ക് നിങ്ങൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിരിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് മുരിയാനുണ്ട്.
ഒന്ന് തിരിച്ചിടാം. ഇടയ്ക്ക് നിങ്ങളൊന്ന് തിരിച്ചിട്ട് നോക്കാം മുരിഞ്ഞിട്ടുണ്ടോയെന്ന്. ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് പാനിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഊത്തപ്പം ഒന്നല്ലെങ്കിൽ വെറുതെ കഴിക്കുക, അല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കുക. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അത്.